ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും അടുക്കളയിൽ പലതരത്തിലുള്ള ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ടാവും. ഇപ്പം മിക്കവാറും എല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് 100% സുരക്ഷിതമല്ല എന്നറിഞ്ഞിട്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു എളുപ്പം കൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ നോൺ സ്റ്റിക്കിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കാസ്റ്റ് അയൺ ചട്ടികളും ഇരുമ്പ് ചട്ടികളും മൺചട്ടികളും ഒക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ഇരുമ്പ് ചട്ടികളും കാസ്റ്റ് അയണിൻ്റെ ചട്ടികളൊക്കെ ഉണ്ടാവില്ലേ. ശരിക്കും പറഞ്ഞാൽ അതിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം പോലെ ആക്കി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഈ ദോശത്തവ കണ്ടോ, ഇത് ഞാനൊരു 5 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഞാനിത് ഒരുപാട് നാൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ കുറച്ച് നാൾ എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ കുറച്ച് നാൾ ഇത് ഉപയോഗശൂന്യമായിട്ടിരുന്നു. ഏകദേശം ഒരു 4 മാസത്തോളം ഇത് ഉപയോഗിക്കാണ്ടിരുന്നിരുന്നു. അപ്പോഴാണ് ഞാനിത് വീണ്ടും ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ഞാനിത് ഇതുപോലെ ആക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കുറച്ച് നാൾ വെള്ളമൊന്നും ഇല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, വെള്ളമൊന്നും തട്ടാതെ എപ്പോഴും തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനേക്കാൾ സൂപ്പറായിട്ട് ഇതിൽ ദോശ ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. ദോശയ്ക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 4 മാസം ഉപയോഗിക്കാതിരുന്നതിൻ്റെ ദോശക്കല്ലിൻ്റെ അവസ്ഥ കണ്ടോ. ഇങ്ങനെ ഇരിക്കുന്ന ചട്ടിയാണ് ഞാൻ നേരത്തെ കാണിച്ച രൂപത്തിലാക്കി മാറ്റിയത്. പുതുതായി നമ്മൾ വാങ്ങുന്ന ഇരുമ്പ് പാത്രങ്ങളെയും പിന്നെ ഉപയോഗിക്കാതെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഇരുമ്പ് പാത്രങ്ങളെയും ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ മിനുസമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഏതെങ്കിലും ഡിഷ് വാഷും സ്ക്രബ്ബറും വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ മേലെ കാണുന്ന ഈ തുരുമ്പൊക്കെ ഒന്ന് മാറ്റാനാണ് ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കണത്. പുതിയ ചട്ടി മയക്കിയെടുക്കാനും ഇതേ ടിപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതാവുമ്പോൾ ഇരുമ്പിൻ്റെ കറ മാറാനായിട്ട് ഒരു 3-4 ദിവസം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ മുക്കി വയ്ക്കണം. അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം അതിലൊഴിച്ചിട്ട് ദിവസം കുറച്ച് നേരം തിളപ്പിച്ചാലും മതി. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. ഞാൻ ഈ ചട്ടി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് നല്ല വൃത്തിയായിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ ദോശ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നമുക്കിത് നോൺ സ്റ്റിക്ക് പോലെ ആക്കണ്ടേ. അതിനായിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും മാത്രം മതി ഈ പാത്രത്തിനെ നോൺ സ്റ്റിക്ക് പോലെയാക്കി മാറ്റാൻ. പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചധികം പുളി വേണം. ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിൽ വേണം ഇതൊഴിക്കാൻ. പിന്നെ വല്ലാതെ വെള്ളം പോലെ ആവരുത്. അത്യാവശ്യം കട്ടിയോടെ തന്നെ ഒഴിക്കണം. അപ്പോഴാണ് ചട്ടി നല്ല മിനുസായിട്ട് വരുന്നത്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ എല്ലാ ഭാഗത്തേക്കും പുളിവെള്ളം തട്ടുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായി വറ്റി പുളി ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കണ ഒരു പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. പുതിയ ഇരുമ്പ് പാത്രങ്ങൾ വാങ്ങുമ്പോൾ അത് മയക്കിയെടുക്കാനായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എണ്ണ പുരട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട്. സവാള മുറിച്ച് തേച്ച് കൊടുത്ത് ദോശ ചുടാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും 100% ഇഫക്റ്റീവായിട്ട് ഞാൻ കണ്ടെത്തിയത് ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചട്ടി മയക്കാനും കേടായത് യൂസ്ഫുൾ ആക്കാനും ശ്രമിക്കുന്നവർക്ക് 100% സക്സസ് ആയ ഈ ഒരു ടിപ്പ് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല പോലെ ചൂടാറിയപ്പോൾ പുളിയൊക്കെ മാറ്റി ചട്ടി നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്തൊക്കെ ഞാനും നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ദോശയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ കുറച്ച് നാൾ ഉപയോഗിച്ചാൽ തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി വേറെ വാങ്ങിച്ചാലും അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. എൻ്റെ വീട്ടിൽ കൂടുതലും ഇങ്ങനെയുള്ള കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കുക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ മൺപാത്രങ്ങളും കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെയാണ് കൂടുതൽ സുരക്ഷിതവും അതുപോലെ കൂടുതൽ രുചികരമായ പാചകത്തിന് നല്ലതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇപ്പം എൻ്റെ അടുക്കളയിലുള്ളത് 90% മൺപാത്രങ്ങളും
ഇതുപോലെ ദോശ ചുടാനും ചപ്പാത്തിക്കും ഒക്കെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായി കഴുകിയെടുത്തപ്പോൾ ഇത് കണ്ണാടി പോലെ തിളങ്ങണ കണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി ഞാനിതിൽ ദോശ ചുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇങ്ങനെയുള്ള പാത്രങ്ങൾ മയക്കാനും ദോശ ചുടുമ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയണത്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ദോശ ചുടുന്നതിന് മുമ്പ് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കണം. അങ്ങനെയും കൂടി ചെയ്താൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ദോശ ചുട്ടെടുക്കുന്നതിനേക്കാൾ സ്മൂത്തായിട്ട് ഈ കാസ്റ്റ് അയൺ ചട്ടിയിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ദോശച്ചട്ടി വാങ്ങുമ്പോൾ കാസ്റ്റ് അയൺ തന്നെ നോക്കി വാങ്ങണം. കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളുടെ പ്രത്യേകത ഇരുമ്പ് ഉരുക്കിയിട്ട് അത് മോൾഡുകളിൽ ഒഴിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് നല്ല കട്ടി ഉണ്ടാവും. അതിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ അയൺ കണ്ടൻറ്റ് ലഭിക്കുകയും ചെയ്യും. സാധാരണ ഇരുമ്പ് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചിരുമ്പിൻ്റെ ഷീറ്റുകൾ പല രൂപത്തിൽ മെഷീനിൽ അടിച്ചെടുക്കുന്നതാണ്. അത് കാസ്റ്റ് അയണിനേക്കാളും കനവും കുറവാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുമാണ്. ഇപ്പം ഞാൻ ചട്ടിയിൽ നന്നായി നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ ദോശ ചുടുമ്പോൾ നെയ്യ് പരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നെയ്യിൻ്റെ നല്ലൊരു സ്വാദുണ്ടാവും, നന്നായി മൊരിഞ്ഞിരിക്കും, അതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് ആദ്യത്തെ ദോശ ചുട്ടതാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് ഇളകി വരുന്നുണ്ട്. ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്താലുള്ളൊരു ഗുണം ഇതാണ്, വേറെ എന്ത് തന്നെ ചെയ്താലും ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടില്ല. ഇനി നമുക്ക് ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ദോശ ചുടുന്നത് പോലെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വളരെ സോഫ്റ്റായ എന്നാൽ നന്നായിട്ട് മൊരിഞ്ഞ ദോശ, നല്ല സൂപ്പർ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധാരണ ഇരുമ്പ് പാത്രങ്ങളാണ്. സാധാരണ ഇരുമ്പ് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയണിൻ്റെ അല്ല, ഇത് സാധാ ഇരുമ്പ് പാത്രങ്ങളാണ്. ഇത് ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ്. ഇത് അതുപോലെ ഇരുമ്പിൻ്റെ ഫ്രൈ പാനാണ്. ഇത് നമുക്ക് കടുക് വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണെന്ന് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനത്തെ ഇരുമ്പ് പാത്രങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ പാത്രങ്ങൾ പെട്ടെന്ന് ഇതുപോലെ തുരുമ്പ് പിടിക്കും. കണ്ടോ? പക്ഷേ ഇങ്ങനെ തുരുമ്പ് പിടിച്ച പാത്രമാണെങ്കിൽ പോലും നമുക്കിതിനെ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ആ വാങ്ങിച്ചപ്പോഴത്തെ ആ രൂപത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഫ്രൈ പാനിൻ്റെ ഒക്കെ ആ രൂപത്തിലാക്കി ഇതിനെ മാറ്റാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഉപയോഗിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പാത്രം എത്രമാത്രം തുരുമ്പ് പിടിച്ചിട്ടായിരിക്കണേന്ന് നോക്കൂ. ഇതിൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ടാൽ ഇത് പഴയ പോലെ ആക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് സംശയം തോന്നാം. എങ്കിലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇത് വാങ്ങിയപ്പോൾ എങ്ങനെയിരുന്നോ അതുപോലെ ആക്കാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ഇതിനേക്കാളും തുരുമ്പ് പിടിച്ച് വർഷങ്ങളായി ഇരുന്നിരുന്ന പാത്രങ്ങൾ വരെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പുതിയതാക്കി മാറ്റി അടുക്കളയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ ദോശച്ചട്ടി ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യണത്. ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത്രയ്ക്കും കേടായ പാത്രങ്ങൾ പോലും നേരെയാക്കി എടുക്കാൻ ഈ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചാൽ സാധിക്കും. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയാലും വലിയ മാറ്റമൊന്നും കാണില്ല, കാരണം അത്രയ്ക്കും തുരുമ്പ് കയറിയിട്ടുണ്ട്. വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഡെയിലി ഉപയോഗിച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമായിരുന്നു. പപ്പടം വറുക്കാനും കടുക് പൊട്ടിക്കാനും ഉള്ളി വറുത്തിടാനും ഒക്കെ ഞാനിത് ഉപയോഗിച്ചിരുന്നതാണ്. പൂരി ഉണ്ടാക്കാനും വെള്ളയപ്പം ഉണ്ടാക്കാനും ഒക്കെ ഇത് നല്ലതായിരുന്നു. ആ സമയത്താണ് എനിക്ക് ചെറിയൊരു മൺചട്ടി കിട്ടിയത്. അപ്പോൾ പിന്നെ അത് മയക്കിയെടുത്തിട്ട് അതിലായി പിന്നെ എല്ലാ പരിപാടികളും. അങ്ങനെ എടുക്കാതിരുന്നു. പിന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കുമ്പോൾ ചെറുതായി വെള്ളമൊക്കെ തെറിച്ച് ഇത് ഈ പരുവത്തിലായി. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുളി എടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ആ പാത്രത്തിൽ മുഴുവനായിട്ടും എടുക്കണം.
ആ പുളി ആ പാത്രത്തിൽ എല്ലായിടത്തും തട്ടിയാൽ മാത്രമേ ആ തുരുമ്പൊക്കെ പോവുള്ളൂ. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടാറുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല പോലെ ഇതൊന്ന് തേച്ച് കഴുകിയെടുക്കാം. ഈ പുളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലെ തുരുമ്പൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. കാസ്റ്റ് അയൺ ആയാലും സാധാ ഇരുമ്പ് പാത്രമായാലും നമ്മൾ കഴുകിയ ഉടനെ വെള്ളം ഒരു തരി പോലും ഇല്ലാതെ തുടച്ച് വെക്കണം. അതുപോലെ കറിയൊക്കെ കാച്ചി കഴിഞ്ഞാൽ ആ എണ്ണയോടെ വെക്കണത് നല്ലതാണ്. വെള്ളം ഒട്ടും തട്ടരുത്, പെട്ടെന്ന് തുരുമ്പ് വരും. കാസ്റ്റ് അയൺ അത്ര പെട്ടെന്ന് പ്രശ്നം വരില്ല. ഒരുപാട് കാലമൊക്കെ ഉപയോഗിക്കാതെ ഇരുന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ പുത്തനാക്കി എടുത്ത കാസ്റ്റ് അയൺ ദോശച്ചട്ടി സ്ഥിരമായിട്ട് ഇനി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവും വരില്ല. ഇനിയിപ്പോൾ കേട് വന്നാലും ഈ ടിപ്പുണ്ടല്ലോ കയ്യിൽ, നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ പാത്രം ഞാനിപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക ഡിഫറൻസ്. നമ്മൾ ആ പുളി മാറ്റിയെടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ, തുരുമ്പൊക്കെ പോയി നല്ല ക്ലീനായിട്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ നന്നായി ഒന്ന് തേച്ച് കഴുകിയപ്പോൾ പുത്തനായി അത്. ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ രൂപവും ഇപ്പോഴത്തെ രൂപവും ഒരുമിച്ച് കാണണം. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയല്ലേ. ഈ പാത്രത്തിൽ നമുക്ക് നെയ്യൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ പാചകം ചെയ്യണത്. ഞാനിതിലിപ്പോൾ പപ്പടം വറുക്കാൻ കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട പാത്രം നേരെയാക്കി എടുക്കാനും പറ്റി, എൻ്റെ വീഡിയോയ്ക്ക് ഒരു കണ്ടൻറ്റുമായി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഇരിക്കുന്ന പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ. പുതിയത് വാങ്ങിയത് മയക്കെടുക്കാൻ പറ്റാതെയും ഉപയോഗിക്കാതെ തുരുമ്പ് പിടിച്ചിരിക്കണത്. വേഗം അതൊക്കെ പുത്തനാക്കി ഉപയോഗിച്ചോളൂ. ഈ സൂത്രം ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.